Hello, hi, dear friends. നമ്മുടെ ലോക്ക്ഡൗൺ ഡേയ്സ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എണ്ണം പറയുന്നില്ല, കാര്യം നമ്മൾക്ക് എണ്ണം പറയുമ്പോൾ ഒരു ഓർമ്മിപ്പിക്കൽ പോലെയാണ്. എന്തായാലും 3 ആഴ്ച, അതാണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ. അത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. എന്തായാലും ദൈവത്തിന് സ്തുതി, ഭക്ഷണത്തിന് അങ്ങനെ ഒരു ക്ഷാമം വന്നിട്ടില്ലല്ലോ. മിനിമം, അതായത് ചോറും എന്തെങ്കിലും 1-2 കറിയെങ്കിലും നമുക്ക് കഴിക്കാവുന്നൊരവസ്ഥയുണ്ട്. 2 നേരം ഭക്ഷണം കഴിക്കാം. അപ്പം നമ്മൾക്ക് മാത്രമല്ല, സർക്കാർ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, വീടില്ലാത്ത ആൾക്കാർക്ക്, തെരുവിൽ ഉറങ്ങുന്ന ആൾക്കാർക്ക്, അവർക്കെല്ലാം ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺസ് ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വലിയൊരു എന്താ പറയണ്ട, നല്ലൊരു മൂവാണ്, അല്ലെങ്കിൽ നല്ലൊരു നടപടിയാണ്. സത്യത്തിൽ നമ്മൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത അത്രയും ഭാഗ്യമുണ്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക്. അപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ഒരു കരുതലുള്ള സർക്കാരാണ്. കാരണം ഹോംലെസ് ആയിട്ട്, വീടില്ലാത്ത, ഭവനരഹിതരായിട്ട് റോഡിൽ പിന്നെ ഭിക്ഷ യാചിച്ച് നടന്നവരും അലഞ്ഞു തിരിഞ്ഞ് നടന്നവരെ എല്ലാം കണ്ടെത്തി അവർക്കും താമസിക്കാൻ ഇടവും ഭക്ഷണവും കൊടുക്കുന്നു. അതുകൂടാതെ മൃഗങ്ങൾക്ക് വരെ, അതായത് തെരുവിലുള്ള തെരുവ് നായ്ക്കൾക്ക് ഉൾപ്പെടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന രീതി കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാവരും രംഗത്തുണ്ട്. അപ്പോൾ വീടുകളിൽ താമസിക്കുന്നവർക്കും അത്യാവശ്യം പ്രൊവിഷൻസ് കിട്ടുന്ന രീതിയിൽ, പച്ചക്കറികളും കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഫോൺ ചെയ്താൽ കുറച്ച് നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കുന്ന സംവിധാനം. പിന്നെ ഭക്ഷണം ഇല്ലാതെ ഐസൊലേഷനിൽ കഴിയുന്ന ആൾക്കാർക്ക് ഭക്ഷണ പൊതികൾ എത്തിക്കുന്ന രീതി, അങ്ങനെ എല്ലാ രീതിയിലും വെൽ ടേക്കൺ കെയർ ഓഫ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ വീട്ടിനകത്ത് സുരക്ഷിതരായിരിക്കുന്ന ആൾക്കാർ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മിതമായ രീതിയിൽ ചിലവാക്കി ഒരുപാട് വേസ്റ്റേജ് ഇല്ലാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഓരോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് വീട്ടിലിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിക്ക് പറ്റിയ ഒരു സൈഡ് ഡിഷാണെന്ന് പറയാം. നമ്മൾ പണ്ടൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ എല്ലാവരും ഏറ്റവും വില കുറഞ്ഞ ഒരു വിഭവം എന്നുള്ള നിലയ്ക്ക്, അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ കയ്യിൽ കാശില്ലാന്നിരിക്കട്ടെ, അപ്പോൾ എന്താ ചെയ്യുക, ഒരു വെജിറ്റേറിയൻ ഐറ്റം. അപ്പോൾ സാധാരണയായിട്ടൊരു കുറുമ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, പീസ് മസാല പറയാം, അല്ലെങ്കിൽ മുട്ട ഗ്രീൻ പീസ് വളർത്തിയതുപോലെയുള്ള മസാല പറയാം, അങ്ങനെയൊക്കെ പറയാം. അതിൻ്റെ കൂടെ എല്ലാവരും ഒരുപാട് ആൾക്കാർ ചപ്പാത്തിക്കൊരു സൈഡ് ഡിഷ്, അല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ പറയുന്നൊരു കാര്യമാണ്. ഈവൻ അപ്പത്തിനുമൊക്കെ വരെ പറയും. നോൺ വെജ് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും പറയുന്ന വില കുറഞ്ഞ വിഭവം എന്നുള്ളതായിരിക്കും ടൊമാറ്റോ ഫ്രൈ. അത് വിലയിലും കുറവാണ്, അതേസമയം രുചിയുടെ കാര്യത്തിലും ഗംഭീരമാണ്. അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോ ഫ്രൈ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. കാരണം ഇതിപ്പോൾ നമുക്കിനി ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ പറ്റില്ലല്ലോ, റെസ്റ്റോറൻ്റൊന്നും ഇല്ലല്ലോ. ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ടൊമാറ്റോ ഫ്രൈ. എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സവാള. ഓക്കെ, ഇതിൽ എല്ലാം റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ കട്ടിങ്ങിൻ്റെ ഒരു രീതി കാണിച്ചു തരാം. വട്ടത്തിന് ഇങ്ങനെ മുറിക്കാം, റൗണ്ട് പീസസ് ആയിട്ട് ഇങ്ങനെ മുറിക്കാം. ഇതാണ് നമ്മളുടെ സവാളയുടെ കട്ടിങ് രീതി. അപ്പോൾ ഇങ്ങനെ തെളിവുകളായിട്ട് വരും. ഇനി ടൊമാറ്റോയുടെ കട്ടിങ്ങും ഏതാണ്ട് സിമിലറാണ്. അപ്പോൾ ടൊമാറ്റോ ഒരു മീഡിയം സൈസിലെ ടൊമാറ്റോ ആണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 4-5 വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ മിക്സ്ഡാണ് കേട്ടോ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇനി പച്ചമുളകും റൗണ്ട് പീസസ്. ഇതിനെല്ലാം റൗണ്ട് കട്ടാണ്. ഇത് ട്രിവാൻഡ്രംകാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള തൊണ്ടൻ മുളകാണ്, ഉണ്ടെങ്കിൽ ഇടുക. അതും റൗണ്ട്, പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, അതില്ലാണ്ട് ചെയ്യാം. അങ്ങനെ കട്ടിങ് ആൻഡ് ചോപ്പിങ് കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിച്ചങ്ങ് തുടങ്ങിയാൽ മതി. ഫാസ്റ്റ് കുക്കിംഗ് ആണ് ഇത്. ഒരു ഫാസ്റ്റ് ഫുഡ് എന്ന് പറയാം, ഫാസ്റ്റ് ഫുഡ് കാറ്റഗറിയിൽ വരും. എണ്ണ ചൂടാക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് എണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അത് മതിയാകും. എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ വറ്റൽമുളക് ഇടാതെയാണ് താളിക്കുന്നത്. കടുകും കറിവേപ്പിലയും മാത്രം 1 ടീസ്പൂണോളം ഇടാം. പിന്നെന്താ, ധാരാളം കറിവേപ്പില ആവശ്യാനുസരണം. ഈ ഉള്ളതുപോലെ കേട്ടോ, ധാരാളം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഇതാ, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കറിവേപ്പിലയിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഈ ബഹളം. ആദ്യം പച്ചമുളകും
ചന്തൻ മുളക് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി ഇടാം. ഓക്കെ, പ്ലസ് സവാള. അപ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറാൻ തുടങ്ങുന്ന വരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ട് അരക്കണം. ഇനി ഒരല്പം ഉപ്പിടാൻ സമയമാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തല്ലേ. സവാളയുടെ നിറം ഒന്ന് മാറി തുടങ്ങണം, ഒരു ഇളം ബ്രൗൺ കളറാകാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം നല്ലതായിട്ട് വാടി നോക്കി ചുരുങ്ങി നിൽക്കുന്നതാണ്, കുഴഞ്ഞ് ചുരുങ്ങി. നോക്കി സവാളയുടെയൊക്കെ നിറം മാറി തുടങ്ങുന്നതാണ്. പച്ചമുളകെല്ലാം നന്നായിട്ട് വാടിക്കഴിഞ്ഞ് കൊണ്ടൻ മുളകും അതുപോലെ തന്നെ. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചല്ലോ, ഒരുപാട് തിന്നല്ലാത്ത റൗണ്ട്സ് ടൊമാറ്റോ 3 എണ്ണം, അതും അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയായാൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കണം. തീ അല്പം കുറച്ച് കൊടുത്തു. 1 2 ടേബിൾ സ്പൂൺ ഇച്ചിരി ചെറുതാണ്, അതാണ് ഞാൻ ഇച്ചിരി നിറച്ചെടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. കുറച്ചുപ്പ് നേരത്തെ ഇട്ടുന്നു, വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ടൊമാറ്റോ വേകുന്നവരെ ഒന്ന് വേവിക്കുക, അത്രേ ഉള്ളൂ. ഈ 1 മിനിറ്റ് വഴറ്റെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ഈ മുളക് പൊടിയുടെ പച്ചച്ചുവമാകാൻ ആയി. ഇച്ചിരി വെള്ളം. അര മുതൽ 3/4 കപ്പ് വെള്ളം മതിയാവും. ഓക്കെ, ഇനി ചെറിയ രീതിയിലിട്ടാൽ മതി. ടൊമാറ്റോ വേകണം, ബസ് അത്രേ ഉള്ളൂ. ടൊമാറ്റോ വെന്ത് കുഴയണം എന്നല്ല ഞാൻ പറയുന്നത്, ഒന്ന് വേകണം, അത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ തീ അല്പം കൂടി ഒന്ന് കൂട്ടിയിട്ട് പിന്നെ കുറയ്ക്കും. അപ്പോൾ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം, 1/2 to 1 കപ്പ് നോക്കിയിട്ട്. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരുപാട് ചാറുള്ള കറിയല്ല ഇത്, ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നൊരു കറിയാണ്. നമ്മുടെ ടൊമാറ്റോ ഫ്രൈ വിത്തിൻ 5 മിനിറ്റ്സ് റെഡി ആകും. അതായത് കഷ്ണങ്ങളൊന്നും വെന്ത് കുഴയാനൊന്നും പാടില്ല, ഒന്ന് വാടി വെന്തു എന്ന് ആയി മനസ്സിലാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കട്ടെ. ഇപ്പം ആയി എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അതേ നോക്കിക്കോളൂ. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ 1/2 മുതൽ 3/4 മുതൽ 1 കപ്പ് എന്നുള്ളൊരു പ്രൊപ്പോർഷൻ, 3/4 തന്നെ മതിയാവും. നോക്കിക്കോളൂ, ടൊമാറ്റോയുടെ പീസസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി. ഇനി ഒന്നുമില്ല, മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. കഴിഞ്ഞു, തീ ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. മല്ലിയില ഞാൻ ഒരുപാട് ലാവിഷായിട്ടല്ല കേട്ടോ ഇടുന്നത്, കുറച്ച് ലുബ്ധിച്ചൊക്കെ തന്നെ ഇടുന്നത്. അപ്പോൾ മല്ലിയില ഇട്ടല്ലോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ നമ്മളുടെ ടൊമാറ്റോ ഫ്രൈ. അപ്പോൾ പീസസ് അങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കാണാം റൗണ്ടായിട്ട് കിടക്കുന്നത് പാടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുഴഞ്ഞൊരു പാകത്തിലുള്ള അരപ്പ്, അത്രേ ഉള്ളൂ. ഫിനിഷ്ഡ്. ഓക്കേ, നമ്മളൊരു ടൊമാറ്റോ ഫ്രൈ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. അങ്ങനെ ഈസി പീസി റെസിപ്പിയാണ് നമ്മളുടെ ടൊമാറ്റോ ഫ്രൈ. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് കാണണ്ട ടൊമാറ്റോ ഫ്രൈ, ചിലവ് കുറവാണെങ്കിലും ടേസ്റ്റിൽ അത്യാവശ്യത്തിന് എരിവുണ്ട്. പിന്നെ ടൊമാറ്റോയുടെ പുളിയൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ ആവശ്യത്തിനേ ഉള്ളൂ. ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ടുണ്ട്,
അതങ്ങനെ പറഞ്ഞു, ടൊമാറ്റോ വെന്ത് കുഴഞ്ഞു പോകരുത്, ഒന്ന് വാടി ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ സവാളയും എല്ലാം റൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ പേസ്റ്റായി പോകുന്നുമില്ല, എന്നാൽ ഇങ്ങനെ കുഴഞ്ഞ പാകത്തിനായിട്ടൊരു ഗ്രേവി കിട്ടുകയും ചെയ്യും, ഒതുങ്ങിയിരിക്കുന്നത്. ഇത് ചപ്പാത്തിക്ക് ബെസ്റ്റ്, പിന്നെ ആപ്പത്തിന് നല്ലതാണ്. ഇപ്പോൾ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാമല്ലോ, ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ എന്താ കുഴപ്പമില്ലേ. അപ്പം ഇത് സാധാരണക്കാരൻ്റെ ഒരു സൈഡ് ഡിഷ് ആയിരുന്നു ഇത്രയും കാലവും. കാര്യം ഒരു ഹോട്ടലിൽ ചെന്നാൽ ബഡ്ജറ്റ് അനുസരിച്ച് കഴിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് ബീഫ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒന്നും വാങ്ങിക്കാൻ പറ്റാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. ചില റെസ്റ്റോറൻറ്റ്സ് ചെല്ലുമ്പോൾ നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന ഏരിയയിൽ ടേബിളിൽ ഒരാൾ ചിലപ്പോൾ ചപ്പാത്തിയും ടൊമാറ്റോ ഫ്രൈ ആയിരിക്കും പറയുന്നത്. അതല്ലെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് നോൺ വെജ് കഴിക്കാൻ പറ്റാതെ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ചില പൈസ ഒരു ലിമിറ്റ് ഉള്ള ആൾക്കാർ, ബഡ്ജറ്റ് ചെയ്ത് മാസത്തിലൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളും അതുപോലെയൊക്കെ ബഡ്ജറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശീലിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നിരിക്കുന്നത്. സൂപ്പർ റെസിപ്പിയാണ്, ഞാൻ ഗ്യാരണ്ടി. ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ കാര്യങ്ങൾ. ടൊമാറ്റോ ഉള്ളി ഇല്ലാത്ത വീട് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ഇനിയും ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി തരുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ ചപ്പാത്തിയുടെ സൈഡ് ഡിഷ് ആയിരിക്കും. എന്തായാലും എല്ലാവരും തന്നെ സ്റ്റേ സേഫ്.